മുജാഹിദ് ജമാഅത്ത് വിഭാഗക്കാരുടെ പള്ളിയിൽ നിന്നും മഗ്രിബ് ബാങ്ക് വിളിക്കുന്നത് കേട്ട് നോമ്പ് മുറിച്ചാൽ ആ നോമ്പ് ബാത്തിലാകുന്നതാണ്. കാരണം സൂര്യൻ അസ്തമിക്കുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് അവർ മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നത്. സുബ്ഹി ബാങ്ക് വിളിക്കുന്നതോ ഏതാനും മിനിറ്റുകൾ വൈകിപ്പിച്ചും അപ്പോൾ തന്നെ അത് കേട്ട് നോമ്പെടുക്കുന്നവരുടെ നോമ്പ് ബാത്തിലാകുന്നു. റമദാൻ മാസമായാൽ ഇവനെ പോലെയുള്ള ചില മുസ്ലിയാക്കന്മാര് കളവുമായി വരും. ഇവർക്ക് ഈ പുണ്യമാസം ഫിത്നക്കും ഫസാദിനുമുള്ളതാണ്. വല്ലാത്തൊരു കൗമ്. എന്നാണ് ഈ കൗമിഞ്ഞ് നേരാവുക? ആലോചിച്ച് നോക്കൂ. പച്ചക്കളവാണ് ഒരു ഉളുപ്പുമില്ലാതെ ഈ മുസ്ലിയാർ ഈ പുണ്യമാസത്തിൽ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നത്. ഇയാൾ പറഞ്ഞത് പച്ചക്കളവാണെന്ന് ഞാൻ വെറുതെ പറയല്ല, ഞാനിത് തെളിയിക്കാൻ പോവുകയാണ്. നിങ്ങളീ കാണുന്നത് പതിറ്റാണ്ടുകളായി സമസ്ത ഫോളോ ചെയ്യുന്ന നമസ്കാര പട്ടികയാണ്. ഈ നമസ്കാര പട്ടിക ഉണ്ടാക്കിയിട്ടുള്ളത് UK ആറ്റക്കോയത്തങ്ങളാണ്. ഈ നമസ്കാര പട്ടികയുടെ മുകളിൽ ഒരു കുറിപ്പ് നിങ്ങൾക്ക് കാണാം. ഞാനത് വായിച്ച് കേൾപ്പിക്കാം. ഈ സമയ പട്ടിക കണ്ണൂർ അടിസ്ഥാനമാക്കി ഗണിച്ചെടുത്തതാണ്. സൂക്ഷ്മതക്കായി കൃത്യസമയത്തിന്റെ കൂടെ 3 മിനിറ്റ് കൂട്ടിച്ചേർത്താണ് നമസ്കാര പട്ടികയിൽ എഴുതിയിട്ടുള്ളത്. എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? നമസ്കാര പട്ടികയിൽ സമയം ചേർത്തപ്പോൾ 3 മിനിറ്റ് സൂക്ഷ്മതയ്ക്ക് വേണ്ടി കൂട്ടി എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മഗ്രിബ് ബാങ്ക് 6:30 ഈ സമസ്തക്കാരെപ്പോഴാണ് ബാങ്ക് വിളിക്കുക? വൈകിപ്പിക്കും. 6:33 ഇവർ ബാങ്ക് വിളിക്കുക. എന്നാൽ സമയമായാൽ ഒരിക്കലും പിന്തിപ്പിക്കരുത് എന്നതാണല്ലോ പ്രവാചക ചര്യ. ആ പ്രവാചക ചര്യ പിൻപറ്റിക്കൊണ്ട് ശാസ്ത്രീയമായി കൃത്യസമയത്ത് ബാങ്കായാൽ, മഗ്രിബ് ബാങ്കിന്റെ സമയമായാൽ സലഫി പള്ളികളിൽ നിന്ന് ബാങ്ക് വിളിച്ചാൽ ഇവർ മുക്രയിടാൻ തുടങ്ങും. എന്താ പറയുക? അതാ നേരത്തെ ബാങ്ക് വിളിച്ചു, അതുകൊണ്ട് നോമ്പ് തുറക്കണ്ട, നോമ്പ് തുറന്നാൽ ബാത്തിലാകും. ആലോചിച്ച് നോക്കൂ ഈ മുസ്ലിയാക്കന്മാർ ചെയ്തു കൂട്ടുന്ന പരാക്രമങ്ങൾ, ഇവരുണ്ടാക്കുന്ന ഫിത്നകൾ, മുസ്ലിം സമുദായത്തിനിടയിൽ ഇവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ പുണ്യമാസത്തിൽ വരെ ഇതൊന്നും നിർത്തുന്നില്ലല്ലോ ഈ കളവ്. എന്നിട്ട് അതിന് യാതൊരു തെളിവ് കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്താണെന്നറിയോ? സലഫി പള്ളികളിൽ നിന്ന് ബാങ്ക് കൊടുത്തിട്ട് പിന്നെയും 3 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇവർ ബാങ്ക് കൊടുക്കുക. എന്താ കാരണം എന്നറിയോ? സമയമായിട്ടും ബാങ്ക് കൊടുക്കാതെ പിന്തിപ്പിക്കുക. ഈ പിന്തിപ്പിക്കുന്ന ഏർപ്പാട് ആരുടെ ചര്യയാണ്? അത് മുസ്ലിമീങ്ങളുടെ ചര്യയാണോ? നിങ്ങൾക്ക് തന്നെ കൃത്യമായി മനസ്സിലാക്കാം. ഇതാ ഞാൻ ഹദീസ് കാണിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഈ കാണുന്ന ഹദീസ് ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്തതാണ്. 2353 നമ്പർ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ യസാലുദ്ദീനു ളാഹിറൻ മാ അജ്ജലൻ നാസു അൽ ഫിത്ർ. നോമ്പ് തുറക്കാൻ സമയമായാൽ ജനങ്ങൾ ധൃതി കാണിക്കുന്ന കാലമത്രയും അള്ളാഹുവിന്റെ ദീന് വിജയത്തിൽ തന്നെയായിരിക്കും. അതായത് ജനങ്ങൾ ഖൈറിലായിരിക്കും. എന്ത്? നോമ്പ് തുറക്കാൻ സമയമായാൽ പിന്തിപ്പിക്കാതെ അതിനിങ്ങനെ ധൃതി കാണിക്കുന്ന കാലമുണ്ടെങ്കിൽ ജനങ്ങൾ നന്മയിലായിരിക്കും, ദീന് വിജയത്തിലായിരിക്കും. കാരണം എന്താ അറിയോ? ലി അന്നൽ യഹൂദ വൻ നസാറ യുഅഖിറൂൻ. ജൂതന്മാരും ക്രൈസ്തവരുമൊക്കെ നോമ്പ് തുറക്കുന്ന വിഷയത്തിൽ പിന്തിപ്പിക്കുന്നവരാണ്, സമയമായിട്ടും പിന്തിപ്പിക്കുന്നവരാണ്. എന്നാൽ മുസ്ലിമീങ്ങൾ സമയമായാൽ പിന്തിപ്പിക്കാതെ കൃത്യസമയത്ത് തന്നെ നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്നവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇനി നിങ്ങൾ തന്നെ തീരുമാനിക്കുക, ഇവനെ പോലെയുള്ള ആളുകൾ ആരുടെ ചര്യയാണ് പിൻപറ്റുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. ഞാനിതിപ്പോൾ പറയുന്നില്ല.